തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായി 1 ശമൂവേൽ 24-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത്, നീ എന്നേക്കാൾ നീതിമാൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിനാൽ നീ എനിക്ക് നന്മയ്ക്ക് പകരം ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം വായിച്ചതായ വേദഭാഗം നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ്. എങ്കിലും നമുക്കൊന്നിച്ച് ഈ വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം നീ എന്നിലും നീതിമാൻ. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായ കിങ് ശൗലിൻ്റെ അതിരപുടങ്ങളിൽ നിന്നും അടർന്നു വീണ ശബ്ദവീജികൾ ഇന്നുള്ള വിശ്വാസികൾക്കും ശുശ്രൂഷകന്മാർക്ക് എല്ലാവർക്കും കുറിക്കൊള്ളുവാൻ തക്കണം ഉള്ള ഒരു സന്ദേശമാണ്. തൻ്റെ നാവിൽ നിന്നും വീണത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതകാലത്ത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ നന്മ ചെയ്യുക എന്നുള്ളതാണ്. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി ഭവിക്കണം. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഈ കാര്യം ഒന്ന് ഓർപ്പിക്കാം. ഒരിക്കൽ ഒരു പന്നി പശുവിനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പാണല്ലോ. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഞങ്ങളെ വെട്ടുന്നു, അതുപോലെ തന്നെ വറക്കുന്നു എന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്യുന്നു, കയറ്റി അയക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് മരണം സംഭവിക്കുമ്പോൾ അഥവാ അറവുശാലയിലേക്ക് പോയതിന് ശേഷം മാത്രമേ ഞങ്ങളെ ആളുകൾ ഉപയോഗിക്കുകയുള്ളൂ. എന്നാൽ ഞങ്ങളെ ആരും പുകഴ്ത്തുന്നില്ല. അതിനൊരു കാരണമുണ്ട്. പശു പറഞ്ഞു, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് ആവശ്യമായിരിക്കുന്ന വിഭവങ്ങൾ നൽകുന്നു. ഉദാഹരണമായി പാൽ നൽകുന്നു, അതുകൊണ്ട് തൈരുണ്ടാക്കുന്നു, വെണ്ണയെടുക്കുന്നു, നെയ്യെടുക്കുന്നു, മറ്റു പല പ്രൊഡക്ട്സുകളും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആസ്വാദികരമായി അത് ആളുകൾ ഉപയോഗിക്കുകയാണ്. ചത്തതിന് ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. എൻ്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഈ പശുവിൻ്റെ ജീവിത വൈശിഷ്ട്യത്തെ പോലെ മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്താറുണ്ടോ? അതോ ഇകഴ്ത്തുന്നവരായിട്ടാണോ ഇരിക്കുന്നത്? ഏത് നിലയിലായിരിക്കും ജീവിതം? മരണാനന്തരം ഇല്ലാത്ത കാര്യങ്ങൾ അനുസ്മരണമായി പറഞ്ഞിട്ട് എന്ത് കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ വിശ്വാസികൾക്ക് നിങ്ങൾ പ്രയോജനപ്പെടാറുണ്ടോ? ഒരു ചെറിയ സഹായം ചെയ്യാറുണ്ടോ? നിങ്ങൾ കൂട്ടിവെച്ചിട്ട് തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ. കർത്താവ് ഉള്ളവരിൽ ഒരുവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ അതെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? യഹോവ ഓരോരുത്തന് അവനവൻ്റെ നീതിക്കും വിശ്വസതയ്ക്കും തക്കോണം പകരം നൽകുന്നവനാണ്. ഓർക്കുക, 1 ശമൂവേൽ 26-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ദാവീദിനെ വേട്ടയാടി നടക്കുന്ന വേട്ടപ്പട്ടിയെ പോലെ ശൗൽ തിരഞ്ഞു നടക്കുമ്പോൾ ഏതാണ്ട് 3000 പേരെ സൈന്യത്തിൽ ചേർത്ത് ഏൻഗേദ് മരുഭൂമിയിലൂടെ കാട്ടിലൂടെ താൻ സഞ്ചരിക്കുകയാണ്. 1 ശമൂവേൽ 14-12. അവിടെ വഴിയരിയിലുള്ള ആട്ടിൻ തൊഴുത്തെങ്കിലെത്തി. അവിടെ ഉള്ള ഒരു ഗുഹയുണ്ടായിരുന്നു. ശൗല് കാൽമടക്കത്തിന് അതിൽ കടന്നു. ദാവീദും കൂട്ടരും അവൻ്റെ ആളുകളും ആ ഗുഹയുടെ
മറ്റൊരു വശത്ത് പാർത്തിരുന്നു. ദാവീദിന്റെ ആള് അവനോട്, യഹോവ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നിനക്ക് ബോധിച്ചതുപോലെ ചെയ്യാം. ദാവീദ് എഴുന്നേറ്റ് ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചെടുത്തു. അത് മുറിച്ചെടുത്തത് കൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസാക്ഷി കുത്തി തുടങ്ങി. നോക്കുക, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനൻ്റെ നേരെ കൈ എടുക്കുന്ന ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. 1 ശമൂവേൽ 24:4-6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ഇവിടെ നല്ലവനായ ദാവീദിൻ്റെ മനസാക്ഷി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ദാവീദ് തൻ്റെ യജമാനൻ എന്നാണ് ഈ കിങ് ശൗലിനെ സംബോധന ചെയ്യുന്നത്. രണ്ടാമത് യഹോവയുടെ അഭിഷിക്തൻ എന്നാണ് പറയുന്നത്. ആ നിലയിൽ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്ന മനോഭാവം നമുക്ക് ഈ ദാവീദിൽ കാണാൻ കഴിയും. ഫിലിപ്പിയർ 2:3 ഈ കാര്യം പൗലോസ് ഫിലിപ്പിയരോട് ഓർപ്പിക്കുന്നത്. ദാവീദ് കിങ് ശൗലിനോട് ചെയ്തത് എന്താണ്? അവൻ്റെ അങ്കിയുടെ അഗ്രം എന്ത് ചെയ്തു? കണ്ടിച്ചെടുത്തു. അത് മുഖാന്തരം ദാവീദിൻ്റെ മനസാക്ഷി കുത്തി തുടങ്ങി. ഇവിടെ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസാക്ഷി എങ്ങനെ ഇരിക്കുന്നു? അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രസ്താവന ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോസ്തലപ്രവൃത്തി 24:16. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. വല്ലപ്പോഴും എന്നല്ല, എല്ലായ്പ്പോഴും എന്നാണ്. പ്രിയരെ, നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ? തൻ്റെ മറ്റൊരു പ്രസ്താവന അപ്പോസ്തലപ്രവൃത്തി 20:33 മുതൽ നോക്കുക. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. ആഖാന് സംഭവിച്ചെന്തായിരുന്നു? മോഹം. അവൻ വെള്ളി പൊന്നും വസ്ത്രവും മോഹിച്ചു, അതെടുത്ത് തൻ്റെ വീട്ടിനുള്ളിൽ മറവച്ചു. ഇവർ രണ്ടുപേരിൽ ആരുടെ മനസാക്ഷിയാണ് നല്ലത്? ഇസ്രായേൽ ന്യായാധിപനായിരുന്ന ശമൂവേൽ തൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞു. 1 ശമൂവേൽ 12:1-3 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവൻ്റെയും കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവൻ്റെ അഭിഷിക്തൻ്റെയും മുമ്പാകെ എൻ്റെ നേരെ സാക്ഷിക്കുവീൻ, ഞാനത് മടക്കി തരാം. നോക്കുക, വയോധികനായ ശമൂവേലും തൻ്റെ നിഷ്കളങ്ക മനസാക്ഷിയെ ദൈവമുമ്പാകെ മനുഷ്യരുടെ മുമ്പാകെയും തുറന്ന് കാണിക്കുന്നു. നമ്മുടെ മനോഭാവങ്ങൾ മറ്റുള്ളവരോടും ദൈവത്തോടും എങ്ങനെ ഇരിക്കുന്നു? തൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അപഹരിച്ചിട്ടുണ്ടോ? ചതിച്ചിട്ടുണ്ടോ? പീഡിപ്പിച്ചിട്ടുണ്ടോ? കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? ദൈവദാസന്മാരിൽ ദൈവമക്കളിലും കാണേണ്ടത് വിശ്വസ്തതയാണ്. 1 കൊരിന്ത്യർ 4:4. നാം ജഡത്തിലെ സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭക്തിയിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമ്മുടെ മനസാക്ഷി ഇന്നും ശരിയല്ലെങ്കിൽ അത് ദുർമനസാക്ഷിയാണെന്നുള്ളത് ഓർത്തുകൊള്ളണം. എബ്രായർ 10:22. ഇത് ചിലപ്പോൾ നമ്മിൽ കണ്ടുവരുന്ന ഒരു തരം മനസാക്ഷിയാണ്. അതിനെ വചനമാകുന്ന ശുദ്ധവെള്ളത്തിൽ കഴുകി വെടുപ്പാക്കണമെന്ന് എബ്രായലേഖനക്കാരൻ നമ്മെ ഓർപ്പിക്കുകയാണ്. ശൗലിൻ്റെ മനസാക്ഷി ആയിരുന്നു. എന്തുകൊണ്ട് യാതൊരു നിലയിലും തന്നെ ശല്യപ്പെടുത്താത്ത ദാവീദിൻ്റെ പുറകെ പോയത്? ദാവീദ് ഇടയ്ക്ക് പറയാറുണ്ട്, യജമാനൻ ഇങ്ങനെ എന്നെ തേടി നടക്കുന്നതെന്ത്? അടിയൻ എന്ത് ചെയ്തു? അടിയൻ്റെ പക്കൽ എന്തു ദോഷമുള്ളൂ? നോക്കുക, നല്ല മനസാക്ഷിയുടെ ഉടമ പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന ദുർമനസാക്ഷിയുടെ ഉടമയായ ഈ ശൗലിൻ്റെ പിക്ചർ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യങ്ങൾ വ്യക്തമായി ദാവീദ് പറഞ്ഞു. മനസ്സിലാക്കിയപ്പോൾ ശൗല് പറഞ്ഞു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. 1 ശമൂവേൽ 26:21. എൻ്റെ മകനെ ദാവീദേ, മടങ്ങി വരിക. എൻ്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയതുകൊണ്ട് ഞാൻ നിനക്ക് ദോഷം ചെയ്യുകയില്ല. ഞാൻ ഭോഷത്വം പ്രവർത്തിച്ചത് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു. എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. നീ കൃതാർത്ഥനാകും. നീ ജയം പ്രാപിക്കും. നീ എന്നേക്കാൾ നീതിമാൻ. ഞാൻ നിനക്ക്
ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. ഏകദേശം 60 വയസ്സുള്ള ശൗൽ കഴിഞ്ഞ കാല തെറ്റുകളും അടുത്ത കാലത്ത് ദാവീദിനെ ഉപദ്രവിച്ചതും ഓർത്ത് കരഞ്ഞു ഏറ്റുപറയുന്നതാണ് മുകളിലെ വാക്യശകലങ്ങൾ. ആരാ ശൗലിനെ തെറ്റിച്ചത്? തൻ്റെ കൂട്ടുകാരാണ്. 1 ശമൂവേൽ 24:9. എല്ലാ കൂട്ടുകാരും വിശ്വസ്തരല്ല കേട്ടോ. ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മെ കുഴിയിൽ ചാടിക്കും. ഓർക്കുക, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിശ്വസിക്കരുതെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. നമുക്ക് രണ്ടാമത് മറ്റൊരു വേദഭാഗം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 38:26. യഹൂദ അവയെ അറിഞ്ഞു, അവൾ എന്നിലും നീതിയുള്ളവൾ, ഞാൻ അവളെ എൻ്റെ മകൻ ശേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിൽ പിന്നെ അവളെ പരിഗ്രഹിച്ചില്ല. ഇവിടെ യഹൂദ താമാറിനെ കുറിച്ച് പറയുകയാണ്, അവൾ എന്നിലും നീതിയുള്ളവൾ. യഹൂദയും താമാറുമായുള്ള ഈ അവിഹിത ബന്ധത്തിൻ്റെ വർണ്ണനയാണ് ഉൽപ്പത്തി 38 നമുക്ക് കാണാൻ കഴിയുന്നത്. യഹൂദ തൻ്റെ മകനായ ശേല പ്രാപ്തിയാകുവോളം നീ വിധവയായി പാർക്കുക. അങ്ങനെ താമാർ അപ്പൻ്റെ വീട്ടിൽ പോയി പാർത്തു. ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈധവ്യ വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടം പുതച്ച് തിമ്നയ്ക്ക് പോകുന്ന വഴിക്കുള്ള എനയും പട്ടണത്തിൽ അതിൻ്റെ ഗോപുരത്തിൽ ഇരിക്കുവാനിടയായി. യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നതുകൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു. അവളുമായി ബന്ധപ്പെടുന്നതിനിടയായി. പക്ഷേ ഒരു ഡിമാൻഡ് അവൾ വെച്ചു. നീ എനിക്ക് എന്ത് തരും? ആട്ടിൻകുട്ടിയെ തരാം, പോരാ ഒരു പണയം തരുമോ? ഉടനെ അവൻ പറഞ്ഞു, തരാം, എന്തു വേണം എങ്കിലും ചോദിച്ചോളുക. ഹെരോദാവിനെ നൃത്തലഹരിയിൽ ആറാടി ഇരിക്കുമ്പോൾ എന്തു വേണമെങ്കിലും ചോദിച്ചോളുക എന്നാണ് അത് ഹെരോദാവ് പറഞ്ഞത്. അത് ഞാൻ തരാം, റെഡിയാണെന്നാണ് പറഞ്ഞത്. നോക്കുക, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യഹൂദയോടും അത് തന്നെ ചോദിച്ചു പറയുന്നത്, ഞാൻ തരാം. അപ്പോൾ അവൾ പറഞ്ഞു, 1 മുദ്രാമോതിരം വേണം, 2 മോതിരച്ചരടും നിൻ്റെ കയ്യിലെ വടിയും എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഇവ അവൾക്ക് കൊടുത്തു. ഇവിടെ ഏശാവിനെ ഓർത്തു പോവുകയാണ്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ അഭക്തനായി ഏശാവിനെ പോലെ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തിനായി സ്വന്തം വിരലിലെ മോതിരം ഊരിക്കൊടുക്കാൻ യഹൂദ തയ്യാറായി. മാത്രമോ മോതിരച്ചരടും വടിയും. അങ്ങനെ യഹൂദയാൽ താമാർ ഗർഭം ധരിച്ചു. തൻ്റെ വഴിക്ക് തൻ്റെ വടി പോയ പ്രയാസത്തിലും മോതിരം പോയ പ്രയാസത്തിലും ഇരിക്കുമ്പോൾ തൻ്റെ അന്തർഗതം ഇങ്ങനെ പറയുകയാണ്, അവൾ നമുക്ക് അപകീർത്തി ഉണ്ടാക്കാതിരിക്കുവാൻ എടുത്തുകൊള്ളട്ടെ. ഏകദേശം 3 മാസം കഴിഞ്ഞു നിന്റെ മരുമകൾ പരസംഗം ചെയ്ത് പ്രസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നുവെന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി. യഹൂദ അവളെ പുറത്തു കൊണ്ടുവരുവിൻ, അവളെ ചുട്ടുകളയണമെന്ന് അത് ആക്രോശിച്ചു. അങ്ങനെ തൻ്റെ നിജാവസ്ഥയെ അങ്ങനെ താമാർ തൻ്റെ നിജാവസ്ഥയെ യഹൂദയോട് പറഞ്ഞു. ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാൽ ഞാൻ ഗർഭിണിയായിരിക്കുന്നു. യഹൂദ തൻ്റെ തൻ്റെ പാപം മനസ്സിലാക്കി. ഈ മുദ്രാച്ചരടും വടിയുടെ ഉടമസ്ഥൻ ആണെന്ന് തിരിച്ചറിഞ്ഞു. ആ സമയം യഹൂദയുടെ അധരങ്ങളിൽ നിന്നും പുറപ്പെട്ട വാചകമാണ്, അവൾ എന്നിലും നീതിയുള്ളവൾ. പ്രിയ ശ്രോതാക്കളെ, പാപം ഒരു ചതിയാണ്. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. റോമർ 7:11. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെ ജനിപ്പിച്ച് ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാക്കുന്നു. റോമർ 7:8. ഒരു വിശ്വാസി മറഞ്ഞിരുന്നു പാപം ചെയ്യുമ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളുക, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മറന്നുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. എബ്രായർ 4:13 വാക്യം.
പ്രിയരെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, മറഞ്ഞിരിക്കുന്ന പാപം പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. സങ്കീർത്തനം 12:13. ഇവിടെ ശൗലിൻ്റെ തെറ്റിനെ താൻ സ്വന്തമായി കണ്ടുപിടിച്ച് ദാവീദിനോട് പറയുന്നത്, യഹൂദ തൻ്റെ തെറ്റിനെ അത് തിരുത്തി താമാർ എന്നിലും നീതിയുള്ളവൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പാപങ്ങൾ ഏറ്റുപറയാനും കുറ്റങ്ങൾ സ്വയമായി കണ്ട് ഗ്രഹിക്കുവാനും ഇടയാകണം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ദൈവമുമ്പാകെ യോസേഫിനെ പോലെ ആകാൻ കഴിയണം. തനിക്ക് പുത്തിഫറിൻ്റെ വീട്ടിൽ പാപം ചെയ്യുവാൻ നല്ല സന്ദർഭം, നല്ല സാഹചര്യം ഉണ്ടായിരുന്നു. യോസേഫ് ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അവിടെ 3 കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്: സന്ദർഭം, സാഹചര്യം, സമ്മതം. അപ്പോൾ യോസേഫ് എന്ത് ചെയ്തു? യോസേഫ് ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. യോസേഫ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? യോസേഫ് തൻ്റെ വസ്ത്രം, അല്ലെങ്കിൽ തൻ്റെ കോട്ട്, അപ്പൻ ഉണ്ടാക്കി കൊടുത്ത കോട്ട് അവിടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. താനിങ്ങനെ ചിന്തിച്ചു, കാശ് കൊടുത്താൽ കോട്ട് കിട്ടും, മനസാക്ഷി കാശ് കൊടുത്താൽ കിട്ടുകയില്ലല്ലോ. എത്ര നല്ല മനസാക്ഷിയുടെ ഉടമയാണ് യോസേഫ്. പവിത്ര ജീവിതത്തിൻ്റെ ഉടമയാണ് യോസേഫ്. യോസേഫിനെ നോക്കി ദൈവം പറയുന്നു, എൻ്റെ നീതിമാനായ യോസേഫ് എന്ന. പ്രിയരെ, ഈ വിധ സാക്ഷ്യം കെട്ടിപ്പണിയുവാൻ നമുക്ക് സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. നമുക്ക് വചനത്തിലേക്ക് മടങ്ങാം, വചനം കാത്തു സൂക്ഷിക്കാം. കേൾക്കുക നീ, കാക്കുക നീ ജീവൻ്റെ വാക്യങ്ങൾ. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.
ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം.